അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അവിയലാണ്. ഇന്നത്തെ ടെസ്റ്റിമോണിയൽ മുനീറ മാനുള്ള ട്രൈ ചെയ്തിട്ടുണ്ട്. ഈസി ആൻഡ് ടേസ്റ്റി കൈപ്പക്ക കറി. ഇതായി ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഫോട്ടോ നല്ല രസമായിട്ടുണ്ട്. അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുരിങ്ങാക്കായ, ബീൻസ്, ചേന, നേന്ത്രക്കായ തൊലിയോടുകൂടിയാണ് കഷ്ണാക്കിയിരിക്കുന്നത്. പിന്നെ റോ പപ്പായ, ഇതിന് പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. കർമൂസ, ഓമക്കായ എന്നൊക്കെ പറയും. പിന്നെ കുമ്പളങ്ങ, പിന്നെ കോവക്ക, കാരറ്റ്. ഇതുപോലെ എല്ലാം നന്നായി കഴുകി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബീൻസിൻ്റെ നടു പൊളിച്ചിട്ടുണ്ട്. വേവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി അവിയൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം പാത്രം ഒന്നിങ്ങനെ ചുറ്റിച്ച് എണ്ണ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെക്കുക. ഇനി ആദ്യം ഇതിലേക്ക് മുരിങ്ങാക്കായ, ബീൻസ്, കോവക്ക ഇത് മൂന്നും ആദ്യം ഇതിലേക്ക് ചേർക്കുക. ഇത് മൂന്നും ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് വേവ് കൂടുതലുള്ളതുകൊണ്ടാണ് ഇത് ആദ്യം ചേർത്തത്. അതിനുശേഷം ഇതൊന്ന് മൂടി വെക്കുക. കുറച്ച് നേരം ഒന്നിത് വേവിച്ചതിന് ശേഷം മറ്റുള്ള പച്ചക്കറികളും ചേർക്കാം. ഇപ്പോൾ ഈ പച്ചക്കറി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മറ്റുള്ള പച്ചക്കറി കൂടിയും ചേർക്കുക.
അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ചെറിയ തീയിൽ വേണം വേവിക്കാൻ. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഞാൻ, അതുകൊണ്ട് ചെറിയ തീയിൽ വേണം വേവിക്കാൻ. ഈ പച്ചക്കറിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് വേണം ഇത് വേവാൻ. അടി പിടിക്കാതിരിക്കാനാണ് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത്. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം ഇത് അടച്ചു വെക്കുക. അടച്ചു വെച്ച് വേവിക്കുക. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നിറഞ്ഞു വന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇളക്കുന്നില്ല. ഒന്ന് ആവി വന്ന് അത് ഒതുങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. വെജിറ്റബിൾ വെന്ത് വരട്ടെ. അപ്പോഴേക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് അരച്ചെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 4 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 വെളുത്തുള്ളി അല്ലി, 3 ചെറിയ ഉള്ളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടുക കുറയ്ക്കുക എന്താണെങ്കിൽ ചെയ്യാം. ഇവിടെ ഇക്കാക്ക് എരിവ് അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ വേറെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. അവിയലിൻ്റെ യഥാർത്ഥ രുചി കിട്ടണമെങ്കിൽ തേങ്ങ, കറിവേപ്പില, വെളിച്ചെണ്ണ ഒന്നും കുറയ്ക്കരുതെന്നാണ് പറയുക. ഞാനെന്തായാലും ഇവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ അതും കുറച്ച് കുറക്കാം. അപ്പോൾ ഇനി ഇത് ചതച്ചെടുക്കാം. വെജിറ്റബിൾസ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പരിപ്പ് വേവിച്ച് വെച്ചതാണ്, സാമ്പാർ പരിപ്പ്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നടുവിലൊരു കുഴി ഉണ്ടാക്കി അതിനകത്തേക്ക് നേരത്തെ ചതച്ച് വച്ചിരുന്ന തേങ്ങ ചേർക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം ഇങ്ങനെ വെജിറ്റബിൾ കൊണ്ട് അതിനെ ഒന്ന് മൂടി വെക്കുക. അതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇനി മൂടി തുറന്ന് ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിതൊരു വിസ്ക് വെച്ച് അടിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് അടിക്കുക. മിക്സിയിലിട്ട് അടിക്കരുത്. തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തൈര് ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ചുകൂടി വേപ്പില ചേർക്കണം. കുറച്ച് നല്ലോണം വേപ്പില ചേർക്കണം. കറിവേപ്പില ചേർത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒഴിക്കാം. നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് അവിയലിന് ശരിയായ രുചി വരുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ
ചേർക്കാം. കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കുക, അവർ കുറച്ച് ചേർത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് തൈര് നിങ്ങളെടുക്കുന്ന തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം ആഡ് ചെയ്യാൻ. ഞാനൊരു കപ്പ് ചേർത്തിട്ടുണ്ട്. ഇവിടെ ദുബൈയിൽ കിട്ടുന്ന തൈരിനധികം പുളിയില്ല, നാട്ടിലുള്ള തൈര് പുളിയുള്ളതാണ്, അപ്പോൾ അത് നോക്കി ചേർക്കുക. പിന്നെ തേങ്ങയും തന്നെ നിങ്ങളെ ഇഷ്ടം പോലെ ചേർക്കാം. ഇപ്പോൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയായി വീണ്ടും വരാം. താങ്ക് യു.